അപ്പോൾ ഗൈസ് ഞങ്ങൾ നമ്മളെ ബീഫും പിന്നെ അതുപോലെ തന്നെ ചോറും എല്ലാം കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. രസമുണ്ടോ ലെജിറ്റ് രസമുണ്ടോ? കുഴപ്പമില്ല. ഞാൻ എന്താ പറയുക ബീഫ് ഇഷ്ടമല്ല കേട്ടോ ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് നല്ല അടിപൊളി ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടല്ലോ, വെറും 4 ചേരുവകൾ കൊണ്ടിട്ടുള്ള ബീഫും അതേപോലെ തന്നെ ചിക്കനൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഡിഷ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അത് എൻ്റെ കൂട്ടുകാരായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ ഒരു രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്ത രീതിയിൽ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കലുണ്ട് കേട്ടോ, ചിക്കനും ബീഫൊക്കെ. അതും നല്ല ടേസ്റ്റാണ്. ഞങ്ങളൊരു ഷെയറും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഐറ്റം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ബീഫ് മാത്രം ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഇല്ല കേട്ടോ, ചിക്കനും ഉണ്ടാക്കാം. അപ്പോൾ ബീഫ് കഴിക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ വെച്ചിട്ടും ഇതേപോലെ ആയിട്ട് ഉണ്ടാക്കി നോക്കൊണ്ടും രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബീഫ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ പറഞ്ഞ പോലെ മറക്കരുത് കേട്ടോ, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ ലച്ചിട്ടും കൂടെ നല്ല അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ ഓക്ക് ഒരു കുഞ്ഞി ബാഗും പിന്നെ അതേപോലെ തന്നെ ഒരു കുപ്പിയും അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർക്ക് ഒന്ന് കാണിച്ചു തന്നെ പറഞ്ഞ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കട്ടോ. ലച്ചിറ്റിയേ ബാ, വേഗം വാ. അവിടെ ഭയങ്കര ബിസിയാണ്. അപ്പോൾ അതെന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിക്കാം. പിന്നെ ഒരു പാവസരം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും നിങ്ങളെ ഞാൻ കാണിക്കട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബീഫ് ഉണ്ടാക്കണം എങ്ങനെയാണെന്നൊന്ന് കണ്ടോ. ഓക്കെ, ഹലോ ഗൈസിനെ കാണുമോ? അതാ ലച്ചിട്ട് ഞാനും കൂടെ ഇന്നലെ അമ്പലത്തിൽ പോയപ്പോൾ ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളായിട്ട് കാണിക്കാൻ വേണ്ടി വന്നതാണേ. അല്ലേ, ലച്ചിറ്റിൻ്റെ ഫേവറേറ്റ് കളർ കിട്ടിയിട്ടുണ്ട്. പിങ്ക് ആണ് കേട്ടോ ഫേവറേറ്റ് കളറ്. അപ്പോൾ ഒരു കുപ്പി വാങ്ങിയിട്ടുണ്ട്. പിന്നെ പാദസരം വാങ്ങിയിട്ടുണ്ട്. കുഞ്ഞിക്കാല് പൊന്തിച്ചാൽ ചിലപ്പോൾ വീഴും. അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ നമുക്ക്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് കുക്കറിൽ ഒരു 4 വിസിൽ വേവിച്ചെടുക്കുക കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല അടിപൊളി ഡിഷൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ ഒരു 3.5 കിലോയോളം ഞാൻ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ അത് ഇനി ചിലപ്പോൾ 7 കൂടുമോ എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സംശയം കേട്ടോ. കാരണം അത്രയധികം ടേസ്റ്റാണ് ഈ ഒരു ഡിഷൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ. പിന്നെ എങ്ങനെയായാലും പണ്ടുള്ളവർ പറയില്ല ചെറിയ നിൽക്കൂലെന്ന്, അതേപോലെയാണ് അവസ്ഥ. തിന്നാൽ പിന്നെ അങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഒറ്റ പ്രാവശ്യമെങ്കിൽ എല്ലാവരും ഇതേപോലെ ബീഫോ ചിക്കനൊക്കെ ഉണ്ടാക്കി നോക്കണേ. അത്ര അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഫസ്റ്റ് ഞാനൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ചുമന്ന മുളക് മിക്സിയിലൊന്ന് കറക്കിയതിന് ശേഷം ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചട്ടിയായി ചെറിയൊരു ചട്ടിയായി പോയിട്ടോ. കാരണം വലിയ ചട്ടി ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടിയ പോലെ ഉണ്ട്. അപ്പം ഞങ്ങാനും മണ്ണ് ചോദിച്ചാലോ വെച്ചിട്ട് ഞാൻ കുഞ്ഞു ചട്ടി എടുത്തതാണ്. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം എന്നൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് ഇനി ഏതാണോ പാത്രമുള്ള അതിൽ ഉണ്ടാക്കിയാൽ മതി. മൺചട്ടിയിലാകുമ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് അല്ലേ, അപ്പോൾ ഞാൻ അത് എടുത്തു നോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഏകദേശം ഒന്ന് വാടി വന്ന സമയത്ത് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മസാലക്കൂട്ട് ഒന്നും ഇങ്ങോട്ട് നന്നായിട്ട് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് അടച്ച് വെക്കാം ഒരു 5 മിനിറ്റ്. അപ്പോൾ നമ്മളെ ഉണക്കമുളകും പിന്നെ അതേപോലെ തന്നെ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ചെറിയുള്ളി എല്ലാം കൂടെ ഇതിൽ നന്നായിട്ടൊന്ന് വഴറ്റി ഇങ്ങോട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടങ്ങൾ നമ്മൾ വെളിച്ചെണ്ണയിൽ കിടന്ന് തേങ്ങാക്കൊത്തും പിന്നെ അതുപോലെ തന്നെ ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് നമ്മൾ ഒരു 4 വിസിൽ കുക്കറിൽ വേവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റിൻ്റെ വേവേ കുറവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ഇങ്ങോട്ട് വെന്ത് കുറുകി വരുമ്പോഴുള്ളൊരു ടേസ്റ്റും
ഒപ്പം തന്നെ ഒരു മണമുണ്ട് മക്കളെ, ഒരു രക്ഷയില്ല. അടിപൊളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റൗമ്മലല്ല ഉണ്ടാക്കിയത്, വിറകടുപ്പത്ത് ഉണ്ടാക്കിയിട്ട് ആ കനലിൽ കിടന്നിട്ട് ഇങ്ങോട്ട് കറുത്ത കളറായിട്ട് വരണം. സ്റ്റൗമ്മലും കറുത്ത കളറായിട്ട് വരും, പക്ഷേ കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യണം. സത്യം പറഞ്ഞാൽ അത്ര വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയൊന്നും ഇല്ല കേട്ടോ, അത്ര അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ടേ എല്ലാവരും ഒറ്റ പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാൻ കേട്ടോ, അത്രയും അടിപൊളി ആയതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഇതിന് കോമ്പിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ കപ്പയോ അല്ലെങ്കിൽ നല്ല അടിപൊളി ചോറോ പിന്നെ പൊറാട്ട എന്ത് വേണമെങ്കിലും പറ്റും കേട്ടോ. ഇനി ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഡ്രൈ ആക്കി എടുത്തിട്ടൊന്നുമില്ല. ചെറിയുള്ളീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു നനവോട് കൂടിയിട്ടാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇനി ഡ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കും ചെയ്യട്ടെ, ഒരു കുഴപ്പമില്ല, അടിപൊളിയാവേ. ലച്ചുട്ടിക്ക് ചോറുണ്ണാനാണ്, നമുക്ക് ബീഫ് കുറച്ച് മതി ഇത്ര. പിന്നെ നമുക്ക് അച്ചമ്മ സ്പെഷ്യൽ ഒരു ഫേവറേറ്റ് മാങ്ങാച്ചാറ്. മാങ്ങാച്ചാറല്ല കേട്ടോ, എന്തോ ഉണ്ടാക്കിയതാണ്. ഞാൻ പോയിട്ടോ ഗായ്സ്, ബൈ ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ ബീഫും പിന്നെ അതുപോലെ തന്നെ ചോറും എല്ലാം കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. രസമുണ്ടോ? ലജിറ്റ് രസമുണ്ടോ? കുഴപ്പമില്ല. ഞാൻ എന്താ പറയുക, നമുക്ക് ബീഫ് ഇഷ്ടമല്ല കേട്ടോ ഗൈസ്, അതുകൊണ്ടാണ്. അടിപൊളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. തിന്നോക്കി നമ്മുടെ ടേസ്റ്റ് നോക്കിയടി. ഒറ്റ പ്രാവശ്യം നമ്മൾ ബീഫോ ചിക്കനോ വാങ്ങുമ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കി വെക്കണേ. ഇനി എന്താ പറയുക, എനിക്കൊന്നും പറയാൻ സമയം ഉണ്ടാവില്ല. ഇനി ഇത് കഴിഞ്ഞാലുള്ള ഞാൻ തൊള്ള തുറക്കുക. അപ്പോൾ എല്ലാവരും കുഞ്ഞു വീഡിയോ കണ്ട് വേണ്ടി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ. പിന്നെ എൻ്റെ കുട്ടിക്ക് ചിക്കന് ആണ് ഭയങ്കര ഇഷ്ടം, ബീഫ് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവൾ മാങ്ങാച്ചാറും ചോറുമാണ് കാര്യമായിട്ട് തിന്നണത്. ബീഫ് കുട്ടി കുഴപ്പമില്ല കഴിച്ച് എന്നാണ് അവൾ പറഞ്ഞത്. രസമില്ലാത്തതുകൊണ്ടല്ല, ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ശരി, അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നോക്കട്ടെ, ബൈ ബൈ. ബൈ, സീ യു, ഗുഡ് നൈറ്റ്. നട്ടുച്ചയ്ക്ക് ഗുഡ് നൈറ്റ്. എന്ത് നട്ടുച്ചക്ക് എല്ലാവരും ഉറങ്ങൂലത്? ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം. നിങ്ങൾ കൂടുതൽ ചിക്കന് വാങ്ങിയത് കേട്ടോ, നിങ്ങൾ കൂടുതൽ ചിക്കൻ വാങ്ങിയത്. അപ്പം തന്നെ മനസ്സിലായില്ല എന്താണെന്നുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഇവിടെ ബീഫിൻ്റെ ചട്ടി ഇത്ര പെട്ടെന്ന് കാര്യമാവണം കേട്ടോ, സത്യമായിട്ടും.